അവൻ മടിയോടെ എഴുന്നേറ്റു. സാറും കൂടി ഒന്ന് വന്നാൽ എനിക്ക് റൂം അറിയില്ല, അവൻ പറഞ്ഞു. ഓക്കെ. സൂരജും എഴുന്നേറ്റു. അവർ മുകളിൽ നിത്യയുടെ റൂമിൻ്റെ മുന്നിലെത്തി. ഇതാണ് റൂം, സൂരജ് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കടന്നു. ആകാശ് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. പിന്നെ റൂമിലേക്ക് കടന്നു. നിത്യ കിടക്കുകയായിരുന്നു. മോളെ, നിന്നെ കാണാൻ ആകാശ് വന്നിട്ടുണ്ട്. അന്ന് നിന്നെ രക്ഷിച്ച ആൾ, സൂരജ് പറഞ്ഞു. നിത്യ എഴുന്നേറ്റിരുന്നു. അവളുടെ മുടി മുഴുവൻ ചിതറിക്കിടക്കുകയായിരുന്നു. അവൾ മുടി വാരി ചുറ്റിക്കെട്ടിവെച്ചു. നിർജീവമായ കണ്ണുകളോടെ അവൾ ആകാശിനെ നോക്കി, പിന്നെ അച്ഛനെ നോക്കി. മോളെ, ഇത് ആകാശ്. അന്ന് നിന്നെ രക്ഷിച്ചത് ഇവനാണ്. നിന്റെ വിവരങ്ങൾ അറിയാൻ എന്നെ വിളിച്ചിരുന്നു. ഞാനാ പറഞ്ഞത് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ, സൂരജ് പറഞ്ഞു. ആകാശ് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. അവൻ സൂരജിനെ നോക്കി. ഞാൻ കുറച്ച് കള്ളമൊക്കെ പറയും ട്ടോ, അത് കാര്യാക്കണ്ട, സൂരജ് ആകാശിന് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പറഞ്ഞു. മിസ് നിത്യ എന്തിനാ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കുന്നേ? അതിന് മാത്രം ഇവിടെ എന്തു സംഭവിച്ചു? ആകാശ് ചോദിച്ചു. നിത്യ തല താഴ്ത്തി. സൂരജിന് സങ്കടമായി. നിങ്ങൾ സംസാരിക്ക്, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, പറഞ്ഞുകൊണ്ട് സൂരജ് പോയി. ഇയാൾക്ക് പരീക്ഷയല്ലേ വരുന്നത്, പഠിക്കാനൊന്നുമില്ലേ? ആകാശ് ചോദിച്ചു. ഇനി ഞാൻ കോളേജിലേക്കില്ല, എക്സാം എഴുതണം, നിത്യ മെല്ലെ പറഞ്ഞു. അതിന് പഠിക്കണ്ടേ? ആകാശ് കുസൃതിയോടെ തിരക്കി. അവന് അപരിചിതത്വ ഭാവം വിട്ടിരുന്നു. ആരോടെന്നില്ലാതെ എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ടൈപ്പായിരുന്നല്ലോ അവൻ. എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, അവൾ നിരാശയോടെ പറഞ്ഞു. ഈ തോന്നൽ ഞാൻ ഉണ്ടാക്കിത്തരാം. ആദ്യം ആ കട്ടിലിൽ നിന്ന് ഇറങ്ങിയേ. ഇയാൾ ഇരിക്കുകയും ഞാൻ ഇവിടെ നിൽക്കുകയും അത് ശരിയല്ലല്ലോ. വാ, നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം, പറഞ്ഞുകൊണ്ട് ആകാശ് ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. കുറച്ചു ദൂരെയായി ഒരു പുഴ കണ്ടു. ഇവരുടെ അതിരിലായിട്ടാണ് തോന്നിയത്. അങ്ങോട്ട് വന്ന നിത്യയോട് ആകാശ് അതേപറ്റി ചോദിച്ചു. അത് ഇവിടുത്തെ അതിരാണ്, അവൾ സമ്മതിച്ചു. സമയം പോകാൻ ഇത്രയും നല്ല സ്ഥലമുണ്ടായിട്ടാണോ ഇവിടെ റൂമിനുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത്, ആകാശ് ചോദിച്ചു. എനിക്കൊന്നിനും തോന്നുന്നില്ല. ഇയാളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആ പാവം അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാൻ, അതും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമാണോ? കാര്യമില്ലാത്ത കാര്യമൊന്നുമല്ല. എനിക്ക് നിത്യയെ മുഴുവൻ പറയാൻ ആകാശ് സമ്മതിച്ചില്ല. അത് തന്നെയാണ് സത്യം. ഒരു കാര്യമില്ലാതെയാണ് ഇയാൾ ഇങ്ങനെ വിഷമിക്കുന്നത്, ആകാശ് തർക്കിച്ചു. എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ നശിച്ചുവെന്ന്, നിത്യയും തർക്കിച്ചു. ഈ പറയുന്നവരൊക്കെ സംഭവസ്ഥലത്തുണ്ടായിരുന്നോ? സംഭവസ്ഥലത്തുണ്ടായിരുന്ന സംഭവം കണ്ട ഞാൻ പറയുന്നു നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്, അവൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ദേഹത്തൊക്കെ മുറിവുണ്ടായിരുന്നു, അവൾ പിന്നെയും തർക്കിച്ചു. അത് നഖം കൊണ്ടതായിരിക്കും. ഡ്രസ്സ് പിടിച്ചു വലിച്ചപ്പോൾ ഞാൻ കാണുമ്പോൾ ഇയാളുടെ ദേഹത്ത് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഭാഗം കീറിയിരുന്നെന്ന് മാത്രം. അതും ഇട്ടു നിന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. അതാ എൻ്റെ പെങ്ങൾ നിന്നെ എൻ്റെ ഷർട്ട് ധരിപ്പിച്ചത്. വേണമെങ്കിൽ എൻ്റെ പെങ്ങളോട് ചോദിച്ചു നോക്ക്, ഞാൻ ഫോൺ വിളിച്ചു തരാം, ആകാശ് പറഞ്ഞു. നിത്യയ്ക്ക് അത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ അയാൾ എന്നെ നശിപ്പിച്ചില്ല, നിത്യ ചോദിച്ചു. ഇല്ല, ഉറപ്പാണ്, ആകാശ് പറഞ്ഞു. പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഞാൻ നശിച്ചു എന്നാണ് പറയുന്നത്, നിത്യ വിങ്ങിപ്പൊട്ടി. അതാ ന്യൂസ് കാരണമാണ്. അവർക്ക് ചെറിയൊരു കാര്യം മതി വലുതാക്കാൻ, മറ്റുള്ളവരുടെ ഭാവി നശിപ്പിക്കാൻ, ആകാശ് അമർഷത്തോടെ പറഞ്ഞു. ആകാശിനോട് സംസാരിക്കും തോറും അവളുടെ ആശങ്ക നീങ്ങിക്കൊണ്ടിരുന്നു. ഇനി കോളേജിൽ പോകുന്നുണ്ടോ, ആകാശ് ചോദിച്ചു. നോക്കട്ടെ, എന്തായാലും എക്സാം എഴുതണം, ഇന്നു മുതൽ പഠിക്കാൻ തുടങ്ങണം, അവൾ പ്രസന്നമായ മുഖത്തോടെ പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം, ആകാശ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ ഇനി ഞാൻ പോകട്ടെ, അവൻ ചോദിച്ചു. ആകാശേട്ടൻ വന്നതുകൊണ്ട് എനിക്കൊരു സമാധാനം പോലെ തോന്നണു, അവൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇനി ആ പാവം അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കരുത്, ഓക്കെ, ആകാശ് പറഞ്ഞു. അവൾ മൂളി. എന്നാൽ ഇനി ഞാൻ പോകട്ടെ, എനിക്ക് ഇവിടെ അടുത്തൊരു സൈറ്റിൽ പോകണം. പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറിയതാ നിന്റെ വിവരം അറിയാൻ വേണ്ടി, പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഹാളിൽ സൂരജ് ഉണ്ടായിരുന്നു. ആകാശ് അയാളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആകാശ് ഒരു നിമിഷം. സൂരജ് എഴുന്നേറ്റു. ആകാശ് തിരിഞ്ഞു നിന്നു. സൂരജ് അവനെ കെട്ടിപ്പിടിച്ചു. നല്ലൊരു കാര്യമാണ് നീ ചെയ്തത്, നിന്റെ തിരക്കിനിടയിൽ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സൂരജിൻ്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ കരുതണ്ട,
ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഇപ്പോൾ സാറിൻ്റെ മോള് ഓക്കെ ആണ്, അവൻ വിനയത്തോടെ പറഞ്ഞു. ആകാശ് തിരിഞ്ഞു നടന്നു. സൂരജ് കാറ് വരെ ഒപ്പം ചെന്നു. ആകാശ് ഗേറ്റ് കടന്നു പോയതും സൂരജ് ഗേറ്റ് അടച്ചു. നിത്യയുടെ അടുത്തേക്ക് പോയി. അവളുടെ മുഖത്തെ തെളിച്ചവും പുഞ്ചിരിയും കണ്ട് സൂരജ് സന്തോഷിച്ചു. അവൾ അച്ഛനൊപ്പം താഴേക്ക് ഇറങ്ങി. ആദ്യത്തെ പോലെ ഇല്ലെങ്കിലും സംസാരിച്ചു തുടങ്ങി. അവളുടെ മാറ്റം കണ്ട് ലക്ഷ്മിയും സന്തോഷിച്ചു. 2 ദിവസം കുഴപ്പമില്ലാതെ കടന്നുപോയി. 3-ാമത്തെ ദിവസം അവൾ ആകാശ് പറഞ്ഞ പോലെ വീടിനുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ പുഴവക്കത്തേക്ക് പോയി. കുറച്ചു നേരം പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ പടവിലിരുന്നു. കോളേജിലെയും പരീക്ഷയുടെയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളെ കാണാതായപ്പോൾ സൂരജും ലക്ഷ്മിയും അങ്ങോട്ട് വന്നു. അവർ അവിടെയുള്ള ചെറിയ സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബെഞ്ചിൽ പോയിരുന്നു. മരങ്ങളും തെങ്ങുകളും ഉള്ളതിനാൽ അവരെ പെട്ടെന്ന് കാണില്ല. അപ്പോഴാണ് പുഴയിൽ മീൻ പിടിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൊച്ചു തോണി അതുവഴി കടന്നുപോയത്. അവർ നിത്യയെ കണ്ടിരുന്നു. എന്താ മോളെ, അവനെ സ്വപ്നം കാണുകയാ? ഇവിടെയൊക്കെ ഞങ്ങളും ഉണ്ടെന്ന് ഓർമ്മ വേണം. ഞങ്ങൾക്കും കൂടി ഒരു ചാൻസ് തരണേ. ഞങ്ങൾ എപ്പോഴും റെഡിയാ. സമയം നീ തീരുമാനിച്ചോ, ആരും അറിയില്ല, അത് ഞങ്ങൾ ഉറപ്പു തരാം, അവർ നിത്യയെ നോക്കി വിളിച്ചു പറഞ്ഞു. മഴ തുടങ്ങിയത് കൊണ്ട് തന്നെ പുഴയിൽ നല്ല രീതിയിൽ കലക്കുവെള്ളമുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ കേട്ടതും നിത്യ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ പുഴയിലേക്കൊരു ചാട്ടം. സൂരജും ലക്ഷ്മിയും ഞെട്ടിപ്പോയി. സൂരജ് ഓടി വന്നു അവളുടെ പിന്നാലെ ചാടി. ആ ചെറുപ്പക്കാർ പേടിച്ച് സ്ഥലം വിട്ടു. സൂരജ് അവരെ നോട്ട് ചെയ്തിരുന്നു. അവിടെ അടുത്ത് തന്നെയുള്ളവരാണ്. സൂരജ് ഒരുവിധം നിത്യയെ പടവിലേക്ക് കയറ്റി. അവൾ കുറച്ച് വെള്ളം കുടിച്ചിരുന്നു. അയാൾ അവളുടെ വയറ്റിൽ കൈയമർത്തി വെള്ളം പുറത്തു കളഞ്ഞു. അവൾ കണ്ണു തുറന്നു. എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി. അവൾ എഴുന്നേറ്റു പുഴയുടെ നേർക്കോടി. ലക്ഷ്മിയും സൂരജും പിടിച്ചു വച്ചു. അവൾ കുതറിക്കൊണ്ടിരുന്നു. അയാൾ അവളെ ബലമായി പിടിച്ചു വച്ചു. പിന്നെ അവളെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ലക്ഷ്മി അവളുടെ നനഞ്ഞ ഡ്രസ്സ് മാറ്റിക്കൊടുത്തു. തലമുടിയും തോർത്തി കൊടുത്തു. അവർ കരഞ്ഞു തളർന്നിരുന്നു. സൂരജിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആകാശിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവൻ അവളെ ദൂരെ എവിടേക്കെങ്കിലും മാറ്റാൻ പറഞ്ഞു. ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക്. എങ്ങോട്ട് മാറ്റണമെന്ന് അയാൾക്ക് അറിയില്ല. സാറിന് സമ്മതമാണെങ്കിൽ മോളുടെ കല്യാണം നടത്തി ദൂരെ എങ്ങോട്ടെങ്കിലും അയക്കി, അല്ലെങ്കിൽ സാർ ട്രാൻസ്ഫർ വാങ്ങി പോകൂ, അവൻ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അവന് തന്നെ അറിയില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു ബ്രോക്കറോട്, ആരും ഏൽക്കുന്നില്ല. ഇങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞില്ലേ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. സൂരജ് കരഞ്ഞുപോയി. ആകാശ് വല്ലാതെയായി. അവൻ്റെ അടുത്ത് നിന്ന് ആദിയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സൂരജ് ഫോൺ കട്ട് ചെയ്തു. ആകാശ് ആദിയെ നോക്കി. എടാ, ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാലോ? അവൻ ചോദിച്ചു. നീ എന്നോടല്ല ചോദിക്കേണ്ടത്, നിൻ്റെ മനസ്സാക്ഷിയോട്. പിന്നെ തിരുത്താൻ കഴിയില്ല, അത് ഓർമ്മ വേണം. ആ കുട്ടിയോടുള്ള സിമ്പതി കൊണ്ട് ഒരു കാര്യവും ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യം നല്ലോണം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ, ആദി പറഞ്ഞു. ആ കുട്ടിക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും സമ്മതമാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കും, ആകാശ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ആദി അവനെ കെട്ടിപ്പിടിച്ചു. നല്ല കാര്യം. ആ കുട്ടി ഒരു പാവമാണ്. ഇങ്ങനെ സംഭവിച്ചത് ആ കുട്ടിയുടെ തെറ്റല്ല. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്ത് ഈ സമൂഹത്തിൽ നിന്ന് രക്ഷിക്ക്, ആദി പറഞ്ഞു. ആകാശ് മൂളി. അപ്പോൾ തന്നെ അവൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചു വിവരം പറഞ്ഞു. അവർക്ക് പൂർണ്ണ സമ്മതം. ഞങ്ങൾ TV-യിൽ കണ്ടിരുന്നു. ഒരു പാവം കുട്ടിയാ മോനെ അത്. ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരാം. നാളെയോ മറ്റന്നാളോ കല്യാണം നടത്താം. ആരും വേണ്ട, ആ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടാവും, ആകാശിൻ്റെ അമ്മ പറഞ്ഞു. ആകാശ് അപ്പോൾ തന്നെ സൂരജിനെ കാണാൻ പോയി. സൂരജ് ഉഷാറില്ലാതെ നിർജീവമായ കണ്ണുകളോടെ ആകാശിനെ സ്വീകരിച്ചു. അകത്ത് സെറ്റിയിൽ ഇരുന്നതിന് ശേഷം അവൻ പറഞ്ഞു. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സൂരജ് അവനെ നോക്കി. മേഡം കൂടി ഒന്ന് വന്നാൽ നന്നായിരുന്നു. സൂരജ് ലക്ഷ്മിയെ വിളിച്ചു വരുത്തി. അവൻ ഒരു നിമിഷം തയ്യാറെടുത്തു. പിന്നെ പറഞ്ഞു തുടങ്ങി. സാറിനും മേഡത്തിനും സമ്മതമാണെങ്കിൽ ഞാൻ സാറിൻ്റെ മോളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എനിക്ക് 30 വയസ്സുണ്ട്. ആദിത്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മാനേജറാണ്. വീട് പാലക്കാട്. ഇവിടെ വർക്കുള്ളതിനാൽ
അതിൻ്റെ അടുത്ത് ഒരു വീട്ടിലാണ് താമസം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ സമ്മതം. ഇത് സഹതാപം കൊണ്ടല്ല. എനിക്ക് ശരിക്കും സാറിൻ്റെ മോളെ ഇഷ്ടമാണ്. സൂരജ് ഒരു നിമിഷം പകച്ചിരുന്നു. പിന്നെ അവൻ്റെ നേർക്ക് കൈകൂപ്പി തൊഴുതു. ലക്ഷ്മി പൊട്ടിക്കരഞ്ഞിരുന്നു. അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. സാർ, രജിസ്റ്റർ മാരേജിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നടത്തൂ. നാളെയോ മറ്റന്നാളോ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ. മാരേജിന് ശേഷം അവളെ ഞാൻ എൻ്റെ നാട്ടിൽ പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. ഡ്രസ്സൊന്നും പുതിയത് വേണ്ട, ഉള്ള ഡ്രസ്സ് മതി. പിന്നെ സ്വർണവും വേണ്ട, എനിക്ക് അവളെ മാത്രം മതി, ആകാശ് പറഞ്ഞു. സാറ് മോളോടൊന്ന് സംസാരിക്കണം, അവൻ പറഞ്ഞു. സൂരജിന് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞു, നീ തന്നെ അവളോട് പറ. പറയേണ്ട രീതിയിൽ പറയാൻ നിനക്കറിയാം, അതാണ് നല്ലത്. ആകാശ് അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് കയറി. നിത്യയുടെ മുറിയിലേക്ക്. അവൾ പനിച്ചു കിടക്കുകയായിരുന്നു. ചെറിയ ഒരു പേടിപ്പനി. ആകാശ് അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്നു. അതേ, ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് എഴുന്നേറ്റിരുന്നാൽ നന്നായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് തളർന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവളുടെ മുടി മുഴുവൻ അഴിഞ്ഞു കട്ടിലിൽ പരന്നു കിടന്നു. ആകാശ് മുടി മുഴുവൻ വാരിയെടുത്ത് മുകളിലേക്ക് കെട്ടിവച്ചു. ഇനി പറയട്ടെ, ആകാശ് ചോദിച്ചു. അവൾ കട്ടിലിലിരുന്നു കാൽമുട്ടിലേക്ക് മുഖം ചേർത്ത് അവനെ നോക്കി. അതെ, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുക. നാളെയോ മറ്റന്നാളോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നീ എൻ്റെ ഭാര്യയാവും. അതിന് തയ്യാറായിക്കോ? ഓക്കെ, അതൊന്ന് പറയാൻ വന്നതാ. അക്കുവേട്ടൻ ഇപ്പോൾ പോകാട്ടോ. നല്ല കുട്ടിയായിരിക്കണം. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായി ഇരിക്കി. ഓക്കെ, സീ യു ലേറ്റർ, പറഞ്ഞുകൊണ്ട് ആകാശ് അവളുടെ നേർക്ക് കൈ ഉയർത്തി വിഷ് ചെയ്തു. വാതിൽ കടന്നു പുറത്തേക്ക് ഇറങ്ങി. വളരെ സന്തോഷത്തോടെ സ്റ്റെപ്പ് അവൻ ഓടിയിറങ്ങി. അവൻ്റെ ഉത്സാഹം കണ്ട് സൂരജിന് സന്തോഷം തോന്നി. അപ്പോൾ പറഞ്ഞ പോലെ നാളെയോ മറ്റന്നാളോ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. നാളെ അച്ഛനും അമ്മയും എത്തും, പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. പോകുന്ന വഴി അവൻ ജ്വല്ലറിയിൽ നിന്ന് 4 പവൻ്റെ താലിയും അവളുടെ നേർത്ത നീളമുള്ള വിരൽ മനസ്സിൽ കണ്ട് ഒരു മോതിരവും വാങ്ങി. 2ലും പേരെഴുതിച്ചു. വൈകുന്നേരം അവൻ വളരെ സന്തോഷത്തോടെയാണ് പാർവിനെ കാണാൻ പോയത്. മൂർത്തിയും യമുനയും ഉണ്ടായിരുന്നു അവിടെ. അവരോടും എല്ലാം തുറന്നു പറഞ്ഞു. പാർവിന് സന്തോഷമായി. മൂർത്തി വിഷമത്തോടെ തലകുനിച്ചു. തൻ്റെ മക്കൾ കാരണം ഒരു പെൺകുട്ടിയും കുടുംബവും ദുഃഖിക്കുന്നു. നന്ദിയുണ്ട്. ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കുന്നതിൽ. വലിയ മനസ്സാ നിൻ്റേത്. നിനക്ക് നല്ലതേ വരൂ. മൂർത്തി അവൻ്റെ നേർക്ക് കൈകൂപ്പി.